പ്രൈസ് ദി ലോർഡ്. മൗണ്ട് ഒലിവ് ഗോസ്പൽ വോയിസിലേക്ക് ഏവർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം അരുളുന്നു. വിശ്വാസികളായ നമുക്ക് സാധാരണമായി പ്രാപഞ്ചികമായ ഒരു യുദ്ധമാണ് ഉള്ളത്. മത്തായിയുടെ സുവിശേഷം 12:22 മുതൽ 28 വരെ അന്ധനും ഊമനുമായ ഒരുവനെ യേശു കർത്താവ് സൗഖ്യമാക്കുമ്പോൾ പരീശന്മാർ പറയുന്നു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. ബെൽസബൂൽ എന്നതിന്റെ അക്ഷരീകമായ അർത്ഥം പറവകളുടെ പ്രഭു എന്നാണ്. ഇത് ലൂസിഫറിന്റെ ഒരു സ്ഥാനപ്പേര് കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 12:25 യേശു കർത്താവ് പറയുന്ന മറുപടി നമുക്കവിടെ കാണുവാൻ കഴിയും. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിത്രിച്ചു എങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയല്ലോ. ഇവിടെ നമുക്ക് 2-3 കൂട്ടം കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, സാത്താൻ ഒരു രാജ്യമുണ്ട്. 2, ഈ രാജ്യം വളരെ സംഘടിതമായ ഒന്നാണ്. 3, ഇതുവരെ ഇത് തകർന്നിട്ടില്ല എന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 12:27-28 വാക്യങ്ങളില് മറ്റൊരു രാജ്യത്തെ കുറിച്ചും വിശദീകരിക്കുന്നു. അത് ദൈവരാജ്യമാണ്. എന്നാൽ ഈ 2 രാജ്യങ്ങളും പരസ്പരം അത് യുദ്ധത്തിലാണ്. അത് ഒന്നിച്ചു പോകുവാനായിട്ട് സാധ്യമല്ല. കൊലോസ്യ ലേഖനം 1:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും ഇരുട്ടിന്റെ അധികാരിയെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ദൈവജനത്തെ കുടുംബം, മന്ദിരം, ക്രിസ്തുവിന്റെ മണവാട്ടി എന്നീ നിലകളിലാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവസാന ഭാഗത്ത് ഒരു സൈന്യത്തോടുള്ള ബന്ധത്തിലാണ് സഭയെ ഉപമിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10 മുതൽ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന യുദ്ധം ഭൂമിയിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല, അത് സ്വർഗത്തോളം വ്യാപരിച്ച് കിടക്കുന്നതാണ്. ആകയാൽ ആഗോള വ്യാപകം എന്ന വാക്ക് ഈ യുദ്ധത്തിന് വിശേഷിപ്പിക്കുവാനായിട്ട് കേവലം അത് അപര്യാപ്തമാണ്. ഈ ആത്മീയ സംഘർഷത്തെ അർത്ഥപൂർണമായി പ്രതിനിധീകരിക്കുവാൻ പര്യാപ്തമായ വാക്ക് പ്രാപഞ്ചികം എന്നതാണ്. അപ്രകാരം ഒരു വലിയ യുദ്ധത്തിലാണ് എപ്പോഴും ദൈവത്തിന്റെ ജനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ചിന്തിക്കുമ്പോൾ ഏതാണ്ട് 17,000 കോടിയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ അനിൽ അംബാനിക്ക് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ്. റിലയൻസിന്റെ ചെയർമാൻ ആണല്ലോ അദ്ദേഹം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ചാണല്ലോ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ലുക്കൌട്ട് നോട്ടീസ് ഒന്നുമില്ലാതെ, ഈ വ്യക്തിയെ എല്ലാവർക്കും അറിയാം, വളരെ പെട്ടെന്ന് പിടിക്കാവുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ തീർപ്പ് വരുത്തി അദ്ദേഹത്തെ കയ്യാമം വെച്ച് കൽത്തുറങ്ങളിൽ അടയ്ക്കാൻ വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവിടെ പാപങ്ങളുടെ അടുക്കലേക്ക് ഉദ്ധാരണവുമായി, അവർക്ക് ഭക്ഷണവുമായി, അവരുടെ അടുക്കലേക്ക് മരുന്നുമായി ഒക്കെ കടന്നു ചെല്ലുന്ന പാവപ്പെട്ട അനേകരെ കൽത്തുറുങ്കിൽ അടയ്ക്കുകയാണ്, അവരെ കൊല്ലുകയാണ്. അവർക്ക് ജാമ്യം പോലും കിട്ടാൻ വകുപ്പില്ലാത്ത കേസുകൾ ചുമത്തി കൽത്തുറുങ്കിലിടുകയാണ്. ഇതാണ് വിരോധാഭാസമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതാണ് സാത്താന് എക്കാലവും ദൈവത്തിന്റെ ജനവുമായിട്ട് ഒരു മൽപിടുത്തമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കോടീശ്വരന്മാർ,
അതേപോലെ വലിയ കൊലപാതകങ്ങൾ ചെയ്തവർ, ഇവരൊക്കെ വളരെ ഈസി ആയിട്ട് അഥവാ അല്പ ദിവസം ശിക്ഷിക്കപ്പെട്ടാലും ഇറങ്ങിപ്പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതേ പ്രിയമുള്ളവരെ, ദുഷ്ടനായവൻ എക്കാലത്തും ആത്മീയ തലത്തിൽ അവനൊരു യുദ്ധം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ജനം തിരിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തിന്റെ വചനത്തിലും ഉറച്ചു നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കും. അതിന്റെ അന്ത്യം നീതി വിജയിക്കും, ദുഷ്ടൻ പരാജയപ്പെടും. ദൈവത്തിന്റെ ജനത്തിന് ഒരു വിജയമുണ്ട്. അത് ഈ ലോകത്തിൽ ഉള്ള വിജയത്തെക്കാൾ ഉപരിയായിട്ട് ആ നിത്യതയിൽ ലഭിക്കുന്ന വിജയമെന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ദൈവാകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ